എടാ നിനക്ക് എവിടുന്നാണ് ഇത്രയും വലിയ അക്കൗണ്ട് ഒക്കെ? എടാ അത് പിന്നെ എനിക്കൊരു പുതിയ ഫ്രണ്ടിനെ കിട്ടിയടാ. അത് ശരി, പുതിയ ഫ്രണ്ടിനെയൊക്കെ കിട്ടിയോ? അപ്പൊ നമ്മളെയൊന്നും ഇനി ആർക്കും വേണ്ടാലോ അല്ലേ? എടാ അങ്ങനൊന്നും പറയാതെടാ. എടാ അവനാണെങ്കിൽ എനിക്ക് ഒരുപാട് അക്കൗണ്ട് കളിക്കാൻ തന്ന്, കൂടാതെ ഈ ഒരു അക്കൗണ്ട് എനിക്ക് സ്വന്തമായിട്ടും തന്നടാ. പക്ഷെ ഇതെന്റെ മെയിലിലേക്കൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. എന്തായാലും സ്വന്തമായിട്ടൊരു അക്കൗണ്ട് തന്നല്ലേടാ അവൻ. കുറെ അക്കൗണ്ട് കളിക്കാനും തന്ന്, ഈ അക്കൗണ്ട് ആണെങ്കിൽ സ്വന്തമായിട്ടും തന്നോ? എടാ ഏതാടാ അവൻ? എടാ അവനെ നിനക്ക് അറിയാൻ ചാൻസ് ഇല്ല. എനിക്ക് അവനെ ഗെയിം വഴി കിട്ടിയതാടാ. അതൊക്കെ പോട്ടെ, അവനെവിടുന്ന് ഇത്രയും അക്കൗണ്ട് ഒക്കെ? എടാ അതൊക്കെ നിനക്ക് ഞാൻ വഴിയെ പറഞ്ഞു തരാടാ. ഈ വീഡിയോ കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. എടാ എന്തിയാടാ നിന്റെ പുതിയ അക്കൗണ്ട് ഒക്കെ? എടാ ഈ അക്കൗണ്ട് പുതിയ അക്കൗണ്ടുമായിട്ടൊന്ന് ഫ്രണ്ട് ആക്കാൻ കേറിയതാടാ. ഇപ്പൊ തന്നെ ഞാൻ മറ്റേ അക്കൗണ്ടിൽ കേറി വരാം. A few moments later. എടാ ഞാൻ രാവിലെ ചോദിച്ച കാര്യം നീ പറഞ്ഞില്ലല്ലോ. എടാ അവൻ എവിടുന്നാടാ ഇത്രയും അക്കൗണ്ട് ഒക്കെ? എടാ അതൊന്നും നമുക്കറിയേണ്ട കാര്യമില്ലല്ലോ. നിനക്ക് അക്കൗണ്ട് വേണോ? അവനോട് ഞാൻ പറയാം, അവൻ എത്ര വേണേലും അക്കൗണ്ട് തൂക്കി തരുവാടാ. എടാ അക്കൗണ്ട് സ്കാം ചെയ്യുന്നതാണോടാ നിന്റെ പുതിയ ഫ്രണ്ടിന്റെ പണി? അതേടാ, ആരോടും പറയണ്ട കേട്ടോ. ഇത് നമ്മൾ മാത്രം അറിഞ്ഞാ മതി. എടാ നിനക്കെന്താ വട്ടായോ ഇങ്ങനെയുള്ള ഫ്രണ്ടിന്റെ കൂടെ ഒക്കെ കൂട്ടുകൂടാൻ വേണ്ടി? എടാ അതൊന്നും കുഴപ്പമില്ലടാ. എന്തായാലും നമുക്ക് ഇങ്ങനെയുള്ള അക്കൗണ്ട് ഒന്നും പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് അക്കൗണ്ട് ഇങ്ങോട്ട് കിട്ടുന്ന നല്ല കാര്യമല്ലേ. നിനക്ക് അക്കൗണ്ട് വേണോ വേണ്ടായോ അത് മാത്രം എന്നോട് പറഞ്ഞാൽ മതി. നിനക്ക് അക്കൗണ്ട് വേണമെങ്കിൽ ഞാൻ സെറ്റ് ചെയ്ത് തരാടാ. നല്ല സെക്കൻഡ് ലൈറ്റും ഫസ്റ്റ് ലൈറ്റും എല്ലാം കിടപ്പുണ്ട്. എടാ ഗോൾഡൻ അക്കൗണ്ട് ഒക്കെ കിടപ്പുണ്ട്. നിനക്ക് വേണോ? വേണമെങ്കിൽ പറഞ്ഞാ മതി. എന്റെ പൊന്നളിയാ, എനിക്ക് ഒരു അക്കൗണ്ടും വേണ്ടായേ. എടാ ഈ സ്കാം ചെയ്ത് കൊണ്ടുവരുന്ന അക്കൗണ്ടൊക്കെ ലാസ്റ്റ് പണിയാവും. നീ ഇതിന്റെ പുറകിലൊന്നും പോകാതെ അടങ്ങിയിരിക്കാൻ നോക്ക്. അയ്യേ നിനക്ക് എന്ത് പേടിയാടാ. എടാ ഇതൊന്നും ആരും അറിയാൻ പോകുന്നില്ല. ഞാൻ എത്ര അക്കൗണ്ടിലൊക്കെയാ കളിച്ചെന്നറിയാവോ. എടാ നിനക്ക് വേണമെങ്കിൽ പറ, ഞാൻ അക്കൗണ്ട് സെറ്റ് ചെയ്ത് തരാം. എടാ ഇതിനൊന്നും ഞാൻ കൂട്ടു നിൽക്കില്ല. എടാ നിനക്ക് ഇത്ര പേടിയാവൻ എന്താ? എടാ നമ്മളൊന്നും അറിയുന്നില്ലല്ലോ, അവനല്ലേ അക്കൗണ്ട് വെക്കുന്നേ. നമ്മളൊന്നും അറിയുന്നില്ല, നമുക്ക് അക്കൗണ്ട് കിട്ടുന്നുണ്ട്. പിന്നെന്താ പ്രശ്നം? എന്തിനാടാ വെറുതെ? ഈ പണിയൊന്നും നമുക്ക് പറ്റിയതല്ല. വെറുതെ എന്തിനാ പണി വാങ്ങിച്ചു കൂട്ടുന്നേ? എടാ ഞാൻ പറയുന്ന ഒന്ന് കേക്കടാ. നീ ഇന്ന് തന്നെ ഈ അക്കൗണ്ട് അങ്ങ് നീ തിരിച്ചു കൊടുക്കടാ. അവസാനം ഇല്ലേ വള്ളിയാവേ. എടാ അതൊക്കെ ഓർത്ത് നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലടാ. എടാ 1-2 വർഷമായിട്ട് അവൻ ഈ ഫീൽഡിൽ നിൽക്കുന്നേ, ഇതുവരെ ഒരു സീനും വന്നിട്ടില്ല. പിന്നെന്താ? എടാ ഇതിലൂടെ നമുക്കൊരു ബിസിനസ്സും കൂടെ ചിന്തിച്ചുകൂടെടാ. നിനക്ക് അക്കൗണ്ട് വേണ്ടെങ്കിൽ നീ പൈസയായിട്ട് അങ്ങ് എടുത്തോടാ. എടാ അവൻ അക്കൗണ്ട് നമുക്ക് തരുന്നു, നമ്മളത് ഇരട്ടി പൈസക്ക് വിൽക്കുന്നു. എങ്ങനെയുണ്ട്? ആ നല്ല ബിസിനസ്. ഒന്ന് പോയടാ. ബാക്കിയുള്ളവന്റെ അക്കൗണ്ട് മോഷ്ടിച്ചോണ്ട് വന്നിട്ടല്ലേ അവന്റെ ഒരു ബിസിനസ്. എടാ ഇങ്ങനെ അക്കൗണ്ട് തൂക്കുന്നവർക്കെല്ലാം ഒരു ദിവസം പണി വരുവോടാ. എടാ ആരെങ്കിലും ഇതുപോലെ സൈബർ സെല്ലിൽ കംപ്ലൈന്റ് കൊടുത്താൽ നിങ്ങളൊക്കെ എന്ത് ചെയ്യോടാ? എടാ ഇപ്പൊ നീ തൂക്കുന്ന സമയത്ത് ആരെങ്കിലും അക്കൗണ്ട് പോവുക. അപ്പൊ അവന്റെ റിലേറ്റീവ് ആരെങ്കിലും സൈബർ സെല്ലിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ എന്ത് ചെയ്യും? എടാ നീ അതൊന്നും ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. എടാ അങ്ങനൊന്നും ഒരിക്കലും സംഭവിക്കാനേ പോകുന്നില്ല. എടാ എന്തിനാടാ വെറുതെ ഈ പണിക്കൊക്കെ നിൽക്കുന്നേ? എടാ ഈ അക്കൗണ്ടിന്റെ പഴയ ഓണറിന്റെ കാര്യമൊന്ന് നീ ആലോചിച്ച് നോക്കിയടാ. എന്തുമാത്രം പൈസ പൊട്ടിച്ചിട്ടായിരിക്കും അക്കൗണ്ടൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തേ. അവൻ എന്ത് ഓർമ്മകൾ കൊടുത്ത അക്കൗണ്ടായിരിക്കും. ഇപ്പോഴവന്റെ വിഷമം നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലടാ. അത് മനസ്സിലാവണമെങ്കിൽ സ്വന്തമായിട്ടൊരു അക്കൗണ്ട് അങ്ങ് നഷ്ടപ്പെടണം. അപ്പോൾ മനസ്സിലാവും. എടാ അതൊക്കെ എന്തിനാ നമ്മള് നോക്കുന്നേ? നമ്മുടെ സന്തോഷം നോക്കിയാ പോരെ. എടാ എന്നാലും ഈ അക്കൗണ്ടിൽ കളിക്കുന്നതിന്റെ ഫീൽ ഒന്ന് വേറെ തന്നെയാ കേട്ടോ. എടാ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയും വലിയ അക്കൗണ്ടൊക്കെ നമുക്ക് ക്യാഷ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുമോ? നേരെ മറിച്ച് ഇത്ര അക്കൗണ്ടൊക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടുന്നില്ലേ. നമ്മളേത് ക്യാഷും പോകില്ല, നമുക്ക് അക്കൗണ്ട് കിട്ടുകയും ചെയ്യും. എടാ ഇത് ഫ്രീ ഫയർ ആണ്. ഇവിടെ ഡയമണ്ട് കൊടുത്ത എന്തും കിട്ടും. പക്ഷെ റെസ്പെക്ട് കിട്ടണമെങ്കിൽ നമ്മുടെ നല്ല റിച്ച് അക്കൗണ്ട് ഉണ്ടെന്ന് നാലാൾ അറിയണം. ഒന്ന് പോയടാ അവന്റെ ഒരു ഡയലോഗ്. എടാ റെസ്പെക്ട് കിട്ടണമെങ്കിൽ മറ്റുള്ളവർ അക്കൗണ്ട് മോഷ്ടിച്ചിട്ടല്ലടാ, സ്വന്തമായിട്ട് ഉണ്ടാക്കണോടാ. അതാണ് അന്തസ്. ഒന്ന് പോയടാ അവന്റെ ഒരു തന്ത വൈബ്. എടാ ഇപ്പൊ മാറി ചിന്തിക്കേണ്ട സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നീ ഒന്ന് മാറ്റി പിടിച്ചേ. എടാ ഈ ലോകത്ത് ഇപ്പൊ നല്ലപോലെ നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. നടക്കുന്നെങ്കിൽ നല്ല ഹാപ്പി ആയിട്ടൊക്കെ നടക്കണം. നമ്മൾക്ക് എന്താണോ ഇഷ്ടം നമ്മൾ അത് ചെയ്യുക, അല്ലാതെ മറ്റുള്ളവരുടെ കാര്യമൊന്നും നമ്മൾ ആലോചിക്കേണ്ട കാര്യമേ ഇല്ല. എന്റെ പൊന്നളിയാ, നിന്നോട് ഞാൻ ഇനി എന്ത് പറയാനാ? നിനക്കത് വരുമ്പോഴേ നീ അത് പഠിക്കത്തുള്ളൂ. എടാ അതൊക്കെ പോട്ടെ, ഞാൻ ആ പറഞ്ഞ ഫ്രണ്ടിനെ ഞാനിപ്പോ വിളിക്കാം കേട്ടോ. ഹലോ ബ്രോ, നിങ്ങൾ കളിക്കാൻ പോവായിരുന്നോ? ആ കളിക്കാനൊക്കെ പോവാ ബ്രോ. എന്താ ബ്രോ കളിക്കാൻ വരുന്നോ? ഇല്ല ബ്രോ, ഒട്ടും സമയമില്ല. ഒരു അക്കൗണ്ട് കൂടി ഇന്ന് അങ്ങ് തൂക്കി.
പക്ഷേ അതിൽ കേറാൻ പറ്റുന്നില്ല, ലോഗിങ് ആവുന്നില്ല. അത് ശരി, ലോഗിങ് ആവുന്നില്ലെന്നോ? ആ, എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യ് ബ്രോ. ഹേയ്, അതൊന്നും വിഷയമുള്ള കാര്യമല്ല ബ്രോ. ബ്രോ പിന്നെ ഇന്ന് രാത്രി 2 മണിക്ക് തന്നെ ഞാൻ ഒരു അടിപൊളി അക്കൗണ്ട് തൂക്കുന്നുണ്ട്. അതിലാണെങ്കിൽ ഫസ്റ്റ് എലൈറ്റ് ഉണ്ട്, സെക്കൻഡ് എലൈറ്റ് ഉണ്ട്, തേർഡ് എലൈറ്റ് ഉണ്ട്, ഫോർത്ത് എലൈറ്റ് ഉണ്ട്, അങ്ങനെ 10-15 എലൈറ്റ്. എന്റെ അമ്മോ, ഒടുക്കത്തെ കളക്ഷൻ. ഓ, പവർ അക്കൗണ്ട് ആയിരിക്കുമല്ലോ ബ്രോ. എന്റെ മോനെ, എത്രയൊക്കെ എലൈറ്റാ ഉള്ളേ ബ്രോ. അതും കൂടി എനിക്കൊന്ന് കളിക്കാൻ തരണേ. പിന്നെന്താ ബ്രോ, അങ്ങനൊക്കെ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല ബ്രോ. നമ്മൾ എന്തായാലും തന്നിരിക്കും ബ്രോ. അതൊക്കെ പോട്ടെ, നമ്മുടെ ഇത്ര നല്ല റിച്ച് ലോബിയിലൊക്കെ എങ്ങനെ നൂബ് വന്നേ? ബ്രോ, അത് നമ്മുടെ ഒരു ഫ്രണ്ടാ ബ്രോ. അത് ശരി, നിന്റെ ഫ്രണ്ടാണോ? എടാ, നിനക്കിപ്പോ നല്ല അക്കൗണ്ട് ഒക്കെ ഇല്ലേ, പിന്നെന്തിനാ ഈ നൂബിന്റെ കൂടെ ഒക്കെ കളിക്കുന്നേ? അത് പിന്നെ അവൻ പോയോ ബ്രോ? അവൻ പോയല്ലോ ബ്രോ. എടാ, നിന്റെ ഫ്രണ്ട് എന്താടാ അങ്ങ് പോയേ? അത് പിന്നെ ബ്രോ അവനെ നൂബേന്ന് വിളിച്ചില്ലേ, അതുകൊണ്ടായിരിക്കും. അല്ല, അതുകൊണ്ടും കൂടെ അല്ല, പിന്നെ നമ്മളെ സ്കാം ചെയ്യുന്നതൊന്നും അവന് ഇഷ്ടമല്ല ബ്രോ. നമ്മളിങ്ങനെ സ്കാം ചെയ്ത് അക്കൗണ്ട് എടുക്കുന്നതൊന്നും അവന് ഇഷ്ടമല്ല, അതുകൊണ്ടായിരിക്കാം. അത് ശരി, പിന്നെ എന്തിനാ ഇങ്ങനെയുള്ളവരുടെ കൂടെ ഒക്കെ കൂട്ടുകൂടുന്നേ? ബ്രോ എന്റെ കൂടെ കൂടാങ്കി നമുക്ക് ഒരുമിച്ച് അങ്ങ് മുന്നേറാം. എന്തു പറയുന്നു? പിന്നല്ലാതെ, അതൊക്കെ അത്രേ ഉള്ളൂ. അവൻ പോയെങ്കിൽ പോട്ടെ ബ്രോ, എനിക്ക് ബ്രോ ഇല്ലേ? പിന്നെ അല്ലാതെ, അതൊക്കെ അത്രേ ഉള്ളൂ. പിന്നെ ബ്രോ, ബ്രോയുടെ പഴയ അക്കൗണ്ട് വിൽക്കുന്നു ബ്രോ. എനിക്കാണെങ്കിൽ കുറച്ച് ക്യാഷിന് അത്യാവശ്യം ഉണ്ടായിരുന്നു. പിന്നല്ലാതെ, അതെന്ത് ചോദ്യമാ ബ്രോ? നമുക്കങ്ങ് വിറ്റേക്കാം. ബ്രോയ്ക്ക് പൈസ അല്ലേ അത്യാവശ്യം? ബ്രോ എന്തായാലും അക്കൗണ്ട് വിട്ടിട്ട് പൈസ എടുത്തോ, എനിക്ക് വിഷയമില്ല. ബ്രോ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെയുള്ള അക്കൗണ്ട് ഒന്നും കിട്ടത്തില്ലായിരുന്നു. എന്തായാലും ബ്രോ അക്കൗണ്ടൊക്കെ തന്നല്ലേ, ബ്രോ ഫുള്ള് പൈസ എടുത്തോ. ഐഡിയും പാസ്വേഡും ഒക്കെ ഇപ്പൊ ഞാൻ വാട്സപ്പിൽ ഇട്ടേക്കാം. ബ്രോ എന്തായാലും പെട്ടെന്ന് ആ സെയിലാക്കിക്കോ. ഓക്കെ ബ്രോ, ശരി എന്നാ. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ എനിക്കൊരു അക്കൗണ്ട് സെറ്റ് ആക്കാനുണ്ടെന്ന്, അതൊന്ന് സെറ്റ് ആക്കട്ടെ. എന്നാ ശരി എന്നാ, ഞാൻ എന്നാ അങ്ങോട്ട് പോവാ. ഓക്കെ ബ്രോ, ശരി എന്നാ, ബൈ ബൈ. പുള്ളിക്കാരനാണെങ്കിൽ നല്ലൊരു മനുഷ്യനാ. എന്ത് നല്ല അക്കൗണ്ടാ എനിക്ക് തന്നേ. ഇത്ര നല്ല അക്കൗണ്ടൊക്കെ ആരെങ്കിലും ഫ്രീ ആയിട്ട് തരുമോ? The next day. അക്കൗണ്ട് എല്ലാം തനിയെ റിമൂവ് ആയോ? ഇതെങ്ങനെയാ? ഇതെന്താ സംഭവം? ആ ബ്രോ എന്നെ ചതിച്ചെന്നാ തോന്നുന്നേ. ഇപ്പോഴാണെങ്കിൽ എനിക്ക് പുതിയ അക്കൗണ്ടും ഇല്ല, പഴയ അക്കൗണ്ടും ഇല്ല, 2 അക്കൗണ്ടും പോയി. എന്നോട് അവൻ പറഞ്ഞതായിരുന്നു ഈ പണിക്കൊന്നും നിക്കണ്ടാന്ന്. വെറുതെ അവനെ ഒന്ന് വിളിക്കട്ടെ. എടാ ഇത് ഞാനാടാ. എടാ, നീ എന്തിനാണ് ഈ നൂബ് അക്കൗണ്ടിലൊക്കെ നിക്കുന്നേ? നിനക്ക് നല്ല അക്കൗണ്ട് ഒക്കെ ഇല്ലേടാ, എന്തിനാ വെറുതെ ഈ നൂബ് അക്കൗണ്ടിലൊക്കെ നിക്കുന്നേ? എടാ, ഇപ്പൊ എനിക്ക് ഒരു അക്കൗണ്ട് പോലും ഇല്ലടാ. ആ ബ്രോയാണെങ്കിൽ എന്നെ വാട്സപ്പിലും ബ്ലോക്ക് ചെയ്ത്, എല്ലാത്തിലും ബ്ലോക്ക് ചെയ്ത്. എന്റെ പഴയ അക്കൗണ്ടും പോയി, പുതിയ അക്കൗണ്ടും പോയി. ഇനി എന്ത് ചെയ്യും? എടാ മോനെ, നിന്നോട് ഞാൻ അന്നേരം പറഞ്ഞാണോ ഈ പണിക്കൊന്നും നിൽക്കേണ്ടാന്ന്? ഇപ്പൊ മനസ്സിലായോ? എടാ, ഇപ്പൊ നിനക്ക് മനസ്സിലായോ മറ്റേ അക്കൗണ്ട് പോയറ വിഷമമൊക്കെ? സ്വന്തം കാര്യം വരുമ്പോഴേ ഇതൊക്കെ പഠിക്കത്തുള്ളൂ. ഇപ്പൊ നിനക്ക് മനസ്സിലായോടാ? ഇപ്പൊ ഏതെങ്കിലും അക്കൗണ്ട് ഉണ്ടോ നിനക്ക്? ഇപ്പൊ നിന്റെ അക്കൗണ്ടും കൂടിയാ പുള്ളിക്കാരൻ തൂക്കിയേക്കുന്നേ. എല്ലാവരെയും ഇതുപോലെ അവൻ പറ്റിച്ചേക്കുന്നേ, അത് നീ മനസ്സിലാക്ക്. ഇനി മേലാൽ ഈ പരിപാടിക്ക് നിൽക്കല്ലേ. ഞാൻ നിന്നോട് എത്ര വട്ടം പറഞ്ഞു ഈ പണിക്കൊന്നും നിൽക്കണ്ടാന്ന്? നീ കേട്ടോ? ഇല്ലല്ലോ, നീ തന്നെ അനുഭവിച്ചോ. അതേടാ, നീ പറഞ്ഞത് ഞാൻ കേട്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥയൊന്നും വരത്തില്ലായിരുന്നു. എടാ, നിന്റെ മുന്നിൽ വെച്ചല്ലേടാ എന്നെ നൂബേന്ന് വിളിച്ചവൻ. നീ എന്നിട്ട് അവനെ എന്തെങ്കിലും പറഞ്ഞോ? എടാ സോറിയടാ, ഇനി മേലാൽ ഞാൻ ഇത് ആവർത്തിക്കത്തില്ല. ആ, അങ്ങനെയാണെങ്കിൽ നിനക്ക് കൊള്ളാം. ഇനി മുതൽ നീ ഈ അക്കൗണ്ടിൽ തന്നെ അങ്ങ് കളിച്ചാ മതി. ആടാ, ഇനി മുതൽ ഇത് കളിക്കാം, അല്ലാതെ എന്ത് ചെയ്യാനാ? എല്ലാം നഷ്ടപ്പെട്ടില്ലേ.